അള്ളാഹുവിന്റെ പരിശുദ്ധമായ വഴിയിലൂടെ കടക്കുമ്പോ ചില ആളുകൾക്ക് വേണ്ടി അള്ളാന്റെ മലക്കുകൾ ജീവിച്ചിരിക്കും കാലമേ ഉതകുന്നതാ അതിലുണ്ട് ഖൈറായുള്ള വഴിയും മെച്ചമാ സന്തോഷമുള്ളൊരു രാവുകൾ നിനച്ചെങ്കിലേ പരിശുദ്ധമായൊരു വാക്കിനാൽ ഉതകുന്നതേ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടൊരു വഅദ് പറഞ്ഞു. സ്വഹാബത്ത് മുഴുവനും ആകാംക്ഷയോടെ കേട്ടിരിക്കുകയാണ്. സ്വഹാബാ അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ചില വിഭാഗമുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നമുക്ക് പെടണ്ടേ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു ബലായാ ജാബിർ. ജാബിർ തങ്ങളെ മുത്തുനബിയുടെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീഴുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരുന്ന നിങ്ങൾ അതെന്ത് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് അത് ജീവിതത്തിനൊരു പാഠമാണ്. 4 വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാന്റെ മലക്കുകൾ ദ്വാരം. ആ കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ പെടുമോ നമുക്ക് നോക്കണ്ടേ? നിസ്സാരമായ വിഷയങ്ങളിലൂടെയാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഏത് വലിയ പ്രയാസങ്ങൾ വന്നാലും ഏത് വലിയ സങ്കടങ്ങൾ വന്നാലും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാ. ഏത് വലിയ സങ്കടം വന്നാലും ഏത് വലിയ പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ് പറയുന്നവർ. ഒരാൾക്കൊരു പ്രയാസമെന്ന് കടന്നു വന്നോ, ഒരാൾക്കൊരു സങ്കടം കടന്നു വന്നോ, ഒരാൾക്കൊരു കണ്ണീര് കടന്നു വന്ന് കഷ്ടപ്പാട് കടന്നു വന്നോ, അങ്ങനെ വന്നാൽ കാല് മുറിഞ്ഞിട്ട് ബ്ലഡ് ഇങ്ങനെ വലിക്കുകയാണ്. കാല് മുറിഞ്ഞ ബ്ലഡ് ധാരധാരയായി വലിക്കുന്നുണ്ട്. ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ട്. ആ സമയത്ത് നശിച്ച കല്ലെന്ന് പറയാതെ അവിടെ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയാ അൽഹംദുലില്ലാഹ് ഇത്രയല്ലേ എനിക്ക് പറ്റിപ്പോയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. ഇത്രയല്ലേ പറ്റിയുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല. കാലിന്റെ ഒരു അല്പല്ലേ മുറിഞ്ഞിട്ടുള്ളൂ, വിഷയമില്ല. നമ്മളാണ് എന്ത് പറയും നശിച്ച കല്ല്. എന്നാൽ ഈ ഒരൊറ്റ അൽഹംദുലില്ലാഹ് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്നുള്ള ആ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമറിയോ? അള്ളാഹുവിന്റെ ഗഗനലോകത്തുള്ള വാനലോകത്തുള്ള ഭൂമി ലോകത്തുള്ള സകലമാന മാലാകമാരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ദുആരക്കുകയാണ്. എങ്ങനെയാണ് ദുആ ചെയ്യുന്നത് എന്നറിയോ? അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്ത് വെച്ച് അവനിക്കൊരു പ്രയാസം വന്നപ്പോ, അവനിക്കൊരു സങ്കടം വന്നപ്പോ, യാ അല്ലാഹ് അവനവിടന്ന് സ്തുതി പറഞ്ഞവനാണ്, നിന്നെ പ്രകീർത്തിച്ചവനാണ്, നിന്നെ ഇഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് അല്ലാഹ് നിന്റെ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവന് നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, സങ്കടങ്ങൾ വന്നേക്കാം, വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വന്നേക്കാം. ആ വരുന്ന സമയത്ത് അവിടെ നിന്ന് നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ, നല്ല മനസ്സോടുകൂടി അവൻ പറഞ്ഞു, ശരീരം മുഴുവനും വേദനയാണ്, വീടിന്റെ അകത്തട്ടിൽ വേദനിച്ച് കിടക്കുമ്പോ അല്ലാഹ് എല്ലാരും വന്ന് പറയുന്നു, മോനെ നിനക്ക് വല്ലാത്ത സങ്കടമായല്ലോ. ആ സമയത്ത് പറയുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ചൊല്ലി നീയും പറഞ്ഞാലേ റബ്ബിന്റെ കോലികൾ നിന്നിലായി ചൊരിഞ്ഞാലേ പരിശുദ്ധമായൊരു വാക്കിനാലേ നിറഞ്ഞില്ലേ ആ പുണ്യനൂറിന്റെ വാക്കിനാലേ നിറഞ്ഞില്ലേ.
അള്ളാന്റെ ഹബീബിന്റെ വാക്കാണ്. ഏത് ഒരു വിഷമം വന്നാലും ഒരു ദുഃഖം വന്നാലും അവിടെന്ന് പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അവിടെന്ന് പറയും. ഏതൊരു കഷ്ടപ്പാട്, ഒരു പ്രയാസം വരികയാണ്, അവിടെ നിന്ന് തലവേദന എടുത്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല, വീടിന്റെ അകത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ അല്ലാഹുവേ അവൻ അവിടെ നിന്ന് പറഞ്ഞു പോയി വലക്കൽ ഹംദു യാ അല്ലാഹ്. അവൻ അവിടെ നിന്ന് പറഞ്ഞു പോയി വലക്കൽ ഹംദു യാ അല്ലാഹ്. ഒരൊറ്റ വാക്ക് അതിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ റബ്ബിന്റെ മലക്കുകൾ വിളിക്കും. ആ മലക്കുകൾ വിളിച്ചിട്ട് പറയും അല്ലാഹ് അവൻ നിന്നെ സ്തുതിച്ചവനാണ്, അവൻ നിന്നെ ഇഷ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ സഹായം, നിന്റെ ആനുകൂല്യം, നിന്റെ പ്രതിഫലം നീ അവന് കൊടുക്കണേ റബ്ബേ, അവനെ പരാജയപ്പെടുത്തല്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മാലാഖമാര് അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി റസൂലുള്ളാഹ്. ഏതൊരു മനുഷ്യനിക്ക് ഏതൊരു സങ്കടം വന്നാലും, ഏതൊരു പ്രയാസം വന്നാലും, ഏതൊരു ദുഃഖം വന്നാലും അൽഹംദുലില്ലാ പറയും. ആ ഒരൊറ്റ അൽഹംദുലില്ലയിലൂടെ അവന് വിജയിക്കാൻ കഴിയും. ഒരൽഹംദുലില്ല ചൊല്ലിയാൽ മതി. സങ്കടം വന്നാൽ ആരെന്നൊരാൾ ചൊല്ലുന്നു ഹംദുകൾ ഒന്ന് ലഭിക്കുന്നു റബ്ബിൻ പ്രീതിയും അതു നന്ന. പരിശുദ്ധമായൊരു ഖൗലിനാൽ പറയുന്നതാ, പരിശുദ്ധ നൂറിൻ വാക്കുകൾ ലഭിക്കുന്നതാ. എന്തേ പറയാത്തെ സ്തുതി ഹംദാലേ, ഏറ്റം പറഞ്ഞെന്നാൽ അതബോമാലേ. കൽബിൽ കുളിർ തൂകി നിറഞ്ഞ നൂറേ, ആറ്റൽ റസൂലോരേ ഖൗലിനാൽ നീളേ. മുത്ത് നബിതങ്ങളുടെ വാക്കാണ്, ഹബീബിന്റെ ഖൗലാൻ, റസൂലുള്ളാഹിന്റെ വാക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂട്ടുകാരെ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരണം, ഒരുപാട് ആനന്ദങ്ങൾ വരണം. അതുകൊണ്ട് ഒന്ന് അള്ളാഹനെ സ്തുതിക്കലാൻ, രണ്ടാമത്തെ എപ്പോഴെന്നറിയുമോ, ഭൂമി ലോകത്തുള്ള വാനലോകത്തുള്ള പടച്ചവന്റെ മാലാഖമാര് ദുആ ചെയ്യുന്ന എന്നറിയോ, അള്ളാന്റെ മലക്കുകൾ പോലും നല്ല മനസ്സോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയം എപ്പോഴാ? ദുനിയാവിന്റെ പുറത്ത് വെച്ച് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ്. അള്ളാന്റെ മലക്കൾ ദുആ ചെയ്യുന്ന മറ്റൊരു സമയം എപ്പോഴാ? നമ്മൾ മറ്റൊരാളെ സങ്കടങ്ങൾ മാറ്റുമ്പോ, അള്ളാഹു തന്ന സമ്പത്ത് അത് റബ്ബിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് മനസ്സ് വരുമ്പോ, അപ്പോഴാണ് നമുക്കവിടെ നിന്ന് വിജയിക്കാൻ കഴിയുന്നത്. ആ ഒരു സമയമാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. ആരാ? ഇന്ന് ദുനിയാവിന്റെ പുറത്ത് പടച്ചു തമ്പുരാൻ അവിടെ നിന്ന് കുറച്ച് സമ്പത്ത് തന്നാൽ, അല്ലാഹുവേ റബ്ബിന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാരാൻ? പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരാരാൻ? വിഷമത്തിൽ കഴിയുന്നവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, മംഗലാപുരത്ത് ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയാം. നമ്മുടെ ആയിട്ടുള്ള പരിപാടി കണ്ടുകൊണ്ടിരിക്കും മംഗലാപുരത്തുള്ള കർണാടകയിലുള്ള ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, സ്വഹാബത്തേ, അള്ളാഹു എത്ര സമ്പത്ത് തന്നാലും നിങ്ങൾ വിനയം കാണിക്കുമോ? നിങ്ങൾ വിനയത്തിന്റെ വഴിയിലൂടെ കടന്നു വരുമോ? അങ്ങനെ വിനയം കാണിച്ച് വിനയത്തിന്റെ വഴിയിലൂടെ ആരെ കണ്ടാലും അവന്റെ സമ്പത്തിന്റെ
ഹുങ്ക് കാണിക്കാതെ, അഹങ്കാരം കാണിക്കാതെ, എല്ലാവരോടും വന്ന വഴി മറക്കാതെ നല്ലതുപോലെ പെരുമാറുന്നവർ, അവരെ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമാണ്. എനിക്കറിയാം, മംഗലാപുരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്, അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, പടച്ച റബ്ബേ, എന്റെ പല വഅലിന്റെ മജ്ലിസുകളിലും കടന്നു വന്നിട്ട് 5 ലക്ഷം കൊടുത്തു, 1 കൊടുത്തു, അങ്ങനെ പലതവണ പല പ്രാവശ്യം കണ്ടവനാണ്. എന്നാലും നല്ല വിനയമുള്ളൊരു ചെറുപ്പക്കാരൻ, അല്ല കൊടുത്ത സമ്പത്തിന്റെ ആ ഒരു അഹങ്കാരമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, ഞാൻ മനസ്സുകൊണ്ട് വല്ലാതെ സ്നേഹിച്ചു പോയി. എന്തിനേറെ ഈ തൊട്ടടുത്തവിടെന്ന് വാഴ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വന്ന് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ അവിടെ ആക്കിയപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വെക്കോ. തിരിച്ചുപോയി. ഞങ്ങൾ അങ്ങനെ വാഹനം അവിടെ നിന്ന് ട്രെയിൻ കാത്തിരിക്കുമ്പോ വീണ്ടും തിരിച്ചു വന്നു. ഉസ്താദേ, കൊണ്ടുവന്നിട്ടുള്ള വെള്ളം തരാൻ മറന്നുപോയി, അത് തരാൻ കൊണ്ടുവന്നതാണ്, ഫ്രൂട്ട്സ് തരാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരമില്ലാത്ത ചെറുപ്പക്കാർ കൊണ്ടുവന്നപ്പോ അറിയാതെ മനസ്സെന്ന് സന്തോഷിച്ചു പോയി. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, രോഗമുള്ളവരാണ്, നീ ശിഫ കൊടുക്കണേ അല്ലാ. വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പാന്റെ കബറിടത്തിലേക്ക് അതിന്റെ എല്ലാ സവാബുകളും എത്തിക്കണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹു നമുക്ക് തന്നുപോയ സമ്പത്ത് റബ്ബിന് വേണ്ടി ഒരല്പമെങ്കിലും നമ്മൾ മാറ്റിവെക്കുമ്പോ അല്ലാഹുവിന്റെ മാലാകമാര്, അല്ലാഹുവിന്റെ മലക്കുകള് നമുക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമെന്നാണ്. നമ്മൾ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നുപോയ ആ സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉറപ്പാ നമ്മൾ വിജയിക്കും. അള്ളാന്റെ മലക്ക് പറയും, അള്ളാന്റെ മാലാകമാര് പറയുന്നൊരു വാക്കുണ്ട്. എന്തേ പറയുന്നു എന്നറിയോ? നീ അല്ലാഹുവേ ദുനിയാവിലുള്ളവരോട് കരുണ ചെയ്തവനാണ്, അതുകൊണ്ട് നീ കരുണ ചെയ്യണേ അല്ലാ. ദുനിയാവിലുള്ളവരോട് കരുണ ചെയ്തവനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക, ആരാ ഇന്ന് കൊടുക്കുക, ആരാ ഇന്നതിന് മനസ്സ് കാണിക്കുക? ആരും ചെയ്യൂല, ആരും ചെയ്യൂല. വളരെ നല്ല മനുഷ്യനാണ്, അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവിനെ സ്തുതിച്ച്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് റബ്ബ് തന്ന സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ അവിടുന്ന് നമ്മൾ മനസ്സ് കാണിച്ചാൽ ആ വഴി അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല, ആ വഴി നമ്മളെ ഖായിബാക്കൂല. അതുകൊണ്ട് നന്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരാളെയും നീ ഖിയാമത്ത് നാൾ വരെ പരാജയപ്പെടുത്തല്ല അല്ലാ. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ വേണ്ടി മനസ്സ് കൊടുത്ത അല്ലാഹു നമ്മളെ തട്ടൂല. ദുനിയാവിലുള്ള മലക്കുകൾ ദുആ ചെയ്യും, ആഖിറത്തിലുള്ള മാലാഖമാരും ദുആ ചെയ്യും. ഇതിനേക്കാൾ സന്തോഷം ഇനിയിപ്പോ എന്താ വേണ്ടുന്നത്? ഒന്നും വേണ്ട. ആകാശത്തുള്ള ആ മാലാഖമാര് പറയും, പടച്ചോനെ നീ അവന്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കട്ടെ. നന്മകൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊടുക്കുമ്പോൾ, നല്ല സന്തോഷങ്ങൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോ യാ അല്ലാഹ്, അതൊരു വല്ലാത്തൊരു സൗഭാഗ്യമാണ്. പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോ അതൊരു വല്ലാത്തൊരു സൗഭാഗ്യം. ദുനിയാവിന്റെ മലക്ക് ദുആ ചെയ്യും. അതുപോലെ തന്നെയാ ദുനിയാവിലും ആഖിറത്തിലും ഉള്ള എല്ലാ അല്ലാഹ് ദുനിയാവിലും അതുപോലെ ഭൂമിയിലും ആകാശത്തുമുള്ള സകലമാന മാലാഖമാരും നമുക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യും. വാനലോകത്തുമുള്ള സകലമാന മാലാഖമാരും നമുക്ക് ദുആ ചെയ്യും. അവർ ദുആ ചെയ്തിട്ട് റബ്ബിനോട് പറയും, അല്ലാഹ് നീ അവനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരാളും വന്ന വഴി മറക്കരുത്. ഒരാളും വന്ന വഴി മറക്കാൻ പാടില്ല. ഏതൊരു വഴിയാണ് മറന്ന ആരാ മറക്കുന്ന? ഒരാളും മറക്കില്ല. മറക്കാൻ മനസ്സുള്ളവര് മറക്കും. പക്ഷേ
ഇനി ചില ആളുകൾ പറയും അവനൊക്കെ വന്ന വഴി അങ്ങ് മറന്നുപോയി. ചില ആളുകൾ പറയാറുണ്ട്, ദുനിയാവിന്റെ പുറത്തുള്ള ചില ആളുകൾ പറയും അവൻ വന്ന വഴി മറന്നുപോയി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരാളും വന്ന വഴി മറക്കില്ല, ഒരാളും വന്ന വഴി മറക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഭൂമിയിലും ആകാശത്തിലുമുള്ള മലക്കുകൾ പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു വിഭാഗം വന്ന വഴി മറക്കാത്തവർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്ന വഴി ആരും മറക്കരുത്. വന്ന വഴി മറന്നവരാരാണ്, ആ മറന്നവർ അവരാണ് പരാജയപ്പെട്ടു പോകുന്നത്. അല്ലാതെ ചില ആളുകളെ പറ്റി ചില ആളുകൾ പറയും അവൻ വന്ന വഴി മറന്നവൻ, അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ്, ഇല്ലേ? പക്ഷെ ആ മനുഷ്യന്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതല്ല നമ്മൾ പറഞ്ഞാൽ ഈ ദുനിയാവിലും അല്ലാഹ് ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ മലക്കുകളും നമുക്കെതിരെ ദുആ ചെയ്യും. അല്ലാഹുവേ അവനെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞവനാണ്, എന്നാൽ നമുക്ക് എതിരെയും ദുആ ചെയ്യും. നല്ലതുപോലെ ദുആ ചെയ്യണമെങ്കിൽ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് വേണ്ടുന്നത്, അല്ലേ? ചില ആളുകൾ എന്തെങ്കിലും അല്പം ഇങ്ങനെ കിട്ടാൻ വേണ്ടി, ഇങ്ങനെ അല്പം ഒരു തുരുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. എന്തായാലും പറയാം. ഒരിക്കലും കുഴപ്പമില്ല, ആ മനുഷ്യനിക്കത് പ്രശ്നമേ അല്ല. പക്ഷേ റബ്ബിന്റെ മലാകമാര് വിടൂല. ആ മലക്കുകൾ ദുആ ചെയ്യും, അല്ലാഹുവേ നിന്റെ ഒരു അടിമയെ, നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഒരടിമയെ, അല്ലാഹുവേ നന്മകൾ ചെയ്ത, സ്വതക്ക ചെയ്ത, സക്കാത്ത് കൊടുത്ത ഒരു അടിമയെ പറ്റി ആവശ്യമില്ലാത്തതാണ് അവൻ പറഞ്ഞതെങ്കിൽ അവനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ആരദ്വാച്ചിയ മലക്കൾ ദ്വാരക്കും. പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല്ല. സുബ്ഹാനല്ലാഹ്. അത്ഭുതമീ നാളിൽ നിറഞ്ഞിടുമീ പാരതിൽ സന്തോഷ പൂവിൻ്റെ പൂമഴയാണ്. ഖൗലിൽ അനുരാഗം പാരിൽ നിറച്ചോരാണ്. പുണ്യമതായി കാണുന്ന കൗലുകളായി വീശുന്ന പൗർണമി പോൽ ലംഘുന്ന ത്വാഹ റസൂലിൻ വാക്കുകളെന്നതുമേ കാണാതെ പോയതുമെന്നേ. രണ്ടാമത്തെ വിഭാഗം അല്ലാഹ് തന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം റബ്ബിന്റെ മാലാകമാര്, വാനലോകത്തുള്ള ഭൂമി ലോകത്തുള്ള മലക്കുകൾ മുഴുവനും ദുആ ചെയ്യുന്ന മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? അത് മറ്റാരുമല്ല. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അള്ളാന്റെ ഖുർആൻ ഓതുന്നവരാണ്. ആ ഖുർആൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരാണ്. നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? ദുനിയാവിലുള്ള ഒരു അടിമക്ക് വേണ്ടി മറ്റൊരു അടിമ ദുആരക്കുമ്പോ അത് ആണായാലും പെണ്ണായാലും അല്ലാഹുവേ അവന്റെ വേദന മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. ദുനിയാവിന്റെ പുറത്തുള്ള ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വാനലോകത്തുള്ള മാലാകമാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് കടന്നു വരും. അല്ലാ അവരെ സങ്കടപ്പെടുത്തല്ല അല്ലാ. അതുകൊണ്ട് ഈ നാല് വിഭാഗത്തിൽപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഈ മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാഹു എല്ലാവരുടെ ആഗ്രഹങ്ങളും കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين.
അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ആവലാദികളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ സന്തോഷത്തിന്റെ സൽക്കാരത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട്, വേദനകളുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങളുള്ളവരുണ്ട്, ദുരിതങ്ങളുള്ളവരുണ്ട്. അല്ലാ എല്ലാവരുടെ പ്രയാസങ്ങൾക്കും നീ പരിഹാരം തരണേ അല്ലാ. അല്ലാഹുവേ ഭൂമിയും ആകാശവുമല്ല നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്ന അങ്ങനെ ഉള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാ, റഹ്മാനും റഹീമുമായ അല്ലാ, ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാ എല്ലാം നീ മാറ്റണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.